പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ തത്തനെ നമുക്ക് കടയിൽ നിന്നും അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ പോകുമ്പോഴെല്ലാം വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ 100 രൂപ 150 രൂപയായിരുന്നു ഒരു തത്ത. പിന്നെ ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ കൂടും കിട്ടും. വീട്ടിലമ്മോട് അച്ഛനോടൊക്കെ വാശി പിടിച്ച് തത്തനെ മേടിച്ച് വീട്ടിലേക്ക് വരും. ഞാനും കുറേ തത്തനെല്ലാം മേടിച്ചു. അത് കുറേയൊക്കെ പറന്നുപോയി, പിന്നെ ചിലത് ചത്തുപോകും, അങ്ങനെയൊക്കെ. അത് ഇമോഷണലി ഭയങ്കര ഒരു പ്രോബ്ലം തന്നെയാണ്. കൂട്ടിൽ കിടന്നിട്ട് മരിച്ചു പോകുന്നതും അല്ലെങ്കിൽ പറന്നു പോകുന്നതല്ല. കൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഫ്രാൻസിലേക്ക് ഞാൻ വന്നപ്പോഴും ഞാനൊരു സ്കാമിൽ പെട്ടായിരുന്നു. അത് അക്കോമഡേഷൻ സ്കാം. വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അക്കോമഡേഷൻ കാണിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കും, എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ കിട്ടി ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രോസസ്സ് അറിയില്ലല്ലോ, നമുക്ക് എന്തൊക്കെ പേപ്പർ വേണം, എങ്ങനെ ഇരിക്കണം അക്കോമഡേഷൻ എന്നും അറിയില്ല. നമുക്ക് ഏജൻസി ഫീ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുന്നതോ തെറ്റില്ല, കാരണം ഇറ്റ്സ് ഒരു ഹാർഡ് വർക്കാണ് വേറൊരാളുടെ. നമുക്ക് ആ അക്കോമഡേഷൻ കണ്ടുപിടിച്ച് തരുന്ന ഒരു സർവീസാണ്. പേ ചെയ്യണമെന്ന് തെറ്റില്ല. പക്ഷേ പേ ചെയ്തിട്ടും അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി അവിടെ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? ഫ്രാൻസിലെ അക്കോമഡേഷൻ റേറ്റ്സ് വന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് 350 യൂറോസിലെല്ലാം അക്കോമഡേഷൻ കിട്ടിയിരുന്നു. വിത്തൗട്ട് ഗവൺമെൻറ് അസിസ്റ്റൻസ് ഒന്നുമില്ല, വെറും ഒരു പേപ്പർ, ചിലപ്പോൾ പേപ്പർ പോലും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ ഒക്കെ റെൻറ്റ് മാറി 400 യൂറോ, 450, 550 അങ്ങനെയൊക്കെയായി. പിന്നെ ഗവൺമെൻറ് അസിസ്റ്റൻസും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രാൻസിൽ വന്നു, ഒരു 5-6 മണിക്കൂർ റോട്ടിൽ പെട്ടിയും തൂക്കി നിന്നു. പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ സോ കോൾഡ് ലാൻഡ് ലോഡ് എത്തിയില്ല. ഒരുപാട് നേരം പോസ്റ്റായി. പിന്നെ ഇൻ ദി എൻഡ് ആളൊരു ടാക്സി അയച്ചു, ടാക്സി വന്നു. ആ ടാക്സി കാശ് നമ്മൾ കൊടുക്കേണ്ടി വന്നു. ഓൾമോസ്റ്റ് 80 യൂറോ അന്ന് മേടിച്ചത് ടാക്സി. എന്നിട്ട് അവിടെയും തീർന്നില്ല. വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, യെസ് ദിസ് ഇസ് ദ ഹൗസ്. നോ, ദാറ്റ് വാസ് നോട്ട് ദ ഹൗസ്. ആളുടെ വീട്ടിൽ ഹാളിൽ ബെഡ്റൂമിലാണ് ഒരു ദിവസം കിടന്നത്. നെക്സ്റ്റ് ഡേ ആൾ നമ്മളെ ഒരു എയർബിഎൻബി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ 3 ദിവസം എയർബിഎൻബിയിൽ. അപ്പോൾ അതിൻ്റെ പൈസ അത് കഴിഞ്ഞിട്ട് ഇൻ ദി എൻഡ് ഒരു നട്ടപ്പാതിരക്ക് ഈ സോ കോൾഡ് അക്കോമഡേഷനിൽ കൊണ്ടുവന്നാക്കിയേ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നമുക്കുള്ളൊരു ബെഡ് സ്പേസ് പോലും ഇല്ല. ഫ്രാൻസിൽ വന്ന് ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസാണ്. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ മടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ട്രാജഡി സ്റ്റോറി അടുത്ത വീഡിയോയിൽ. ബൈ.